നമസ്കാരം. ലോകത്തിന് മുന്നിൽ സമസ്യയായി മാറിയ അഭയ കേസ്. ലോക്കൽ പോലീസ് മുതൽ CBI വരെയുള്ള വിവിധ അന്വേഷണ സംഘങ്ങൾ അന്വേഷിച്ച് വിവിധ നിഗമനങ്ങളിൽ എത്തിച്ചേർന്ന കേസ്. ചിലരത് കൊലപാതകമാക്കുന്നു, ചിലരത് ആത്മഹത്യയാക്കുന്നു, ചിലർക്ക് ഒരു നിഗമനത്തിലും എത്തിച്ചേരുവാൻ സാധിക്കാതെ വരുന്നു. ഈ കേസ് അന്വേഷിച്ച CBI സംഘം ഈ ഒരു കേസ് കൊലപാതകമാക്കി വരുത്തി തീർക്കുകയും സിസ്റ്റർ സെഫിക്കും ഫാദർ തോമസ് കോട്ടൂരിനും മേൽ കുറ്റം ചാർത്തുകയും തുടർന്ന് CBI കോടതി ഇവർക്ക് മേൽ ശിക്ഷാവിധി പ്രസ്താവിക്കുകയും ചെയ്തു. ഏറ്റവും ഒടുവിൽ 2022 ജൂണിൽ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഇവർക്ക് ജാമ്യം നൽകുകയും ഇവരുടെ ശിക്ഷാവിധി മരവിപ്പിക്കുകയും ചെയ്തു. യഥാർത്ഥത്തിൽ സിസ്റ്റർ അഭയ എങ്ങനെയാണ് മരണപ്പെട്ടത്? അതൊരു കൊലപാതകമാണോ, അതോ ആത്മഹത്യയാണോ, അതോ ഒരു അപകട മരണമാണോ? കൊലപാതകമാണെങ്കിൽ ഇപ്പോഴും കാണാമറയത്ത് നിൽക്കുന്ന ആ കൊലപാതകി ആരാണ്? ആത്മഹത്യയാണെങ്കിൽ ആത്മഹത്യയിലേക്ക് നയിച്ച കാരണങ്ങൾ എന്തൊക്കെയാണ്? അഭയ കേസിന്റെ ഉള്ളറകളിലേക്ക് ഷെക്കേന എഡിറ്റോറിയൽ ടീം നടത്തിയ യാത്രയുടെ ഒരു നേർചിത്രമാണ് ഈ പ്രോഗ്രാമിലൂടെ ഷെക്കേന പ്രേക്ഷകർക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. ഞാൻ ജോർജി, എന്നോടൊപ്പമുള്ളത് ഷെക്കേന എഡിറ്റോറിയൽ ടീം അംഗങ്ങളായ ശ്രീ ജോജി, ശ്രീ അരുൺ. എല്ലാ പ്രേക്ഷകർക്കും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ആദ്യം ശ്രീ അരുൺ, ഈ അഭയ കേസുമായി ബന്ധപ്പെട്ട് പലപ്പോഴും ഉയർന്നു വരുന്ന ഒരു വാക്കാണ് ഈ നീതി എന്നത്. താങ്കളുടെ ഒരു വിലയിരുത്തലിൽ ഈ അഭയ കേസിൽ നീതി ലഭ്യമായിട്ടുണ്ടോ, അതോ നീതി നടപ്പാക്കപ്പെട്ടിട്ടുണ്ടോ? ഈ ചോദ്യത്തിന് ഞാൻ ഉത്തരം പറയുന്നതിനേക്കാൾ നല്ലത് എനിക്ക് തോന്നുന്നു പ്രേക്ഷകർ ഈ പ്രോഗ്രാം കണ്ടു കഴിയുമ്പോൾ അവർക്ക് തന്നെ ഇതിൻ്റെ കൃത്യമായൊരു ഉത്തരം ലഭിക്കുമെന്ന് തന്നെയാണ്. നമുക്ക് അതിൻ്റെ ഉത്തരത്തിലേക്ക് കടക്കുന്നതിനേക്കാൾ മുമ്പ് തന്നെ നമുക്ക് ജസ്റ്റ് കുറച്ച് കാര്യങ്ങൾ ജനങ്ങളെ അറിയിക്കേണ്ടതുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനത്തിൻ്റെ ഉള്ളിൽ ഒരു പൊതുബോധമുണ്ട്. ജോർജ് ആദ്യം പറഞ്ഞ പോലെയല്ല, കാരണം CBI കുറ്റക്കാരെ വിധിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൽ വേറൊരു കുറ്റക്കാരനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുക എന്നതിനേക്കാളുപരി CBI വിധിച്ച കുറ്റക്കാരായിരുന്നോ അല്ലെങ്കിൽ പ്രതികളായിരുന്നോ എന്ന് നമ്മൾ പരിശോധിക്കുകയാണ്. പക്ഷേ എന്ത് തന്നെയായാലും നമുക്ക് ആ സംഭവങ്ങളിലൂടെ കടന്നുപോയില്ലെങ്കിൽ നമുക്ക് ഇതിനെക്കുറിച്ചൊരു വിശദീകരണം നൽകാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ആദ്യം ആ ദിവസങ്ങളിൽ 1992 മാർച്ച് 27 പുലർച്ചെ നടന്ന സംഭവത്തിലേക്ക് നമുക്കൊന്ന് പോകേണ്ടി വരും. ശ്രീ ജോജി, ശ്രീ അരുൺ സൂചിപ്പിച്ചതുപോലെ നമ്മളൊരു കേസിന്റെ കൂടുതൽ ഒരു അന്വേഷണത്തിലേക്ക് കിടക്കും മുമ്പ് അതിൻ്റെ ഒരു ബേസിക് മുതൽ നമുക്ക് ആരംഭിക്കാം എന്ന് എനിക്ക് തോന്നുന്നു. ഈ ഒരു സംഭവം നടന്നത് ശ്രീ അരുൺ സൂചിപ്പിച്ചതുപോലെ 1992 മാർച്ച് 27 പുലർച്ചെയാണ്. ഈ സംഭവം നടക്കുന്നത് കോട്ടയത്തെ സെൻറ്റ് പയസ് 10th കോൺവെന്റിലാണ്. ആ ഒരു കോൺവെന്റിന്റെ ആ ഒരു ലൊക്കേഷൻ മുതൽ നമ്മുടെ ഒരു അന്വേഷണം ആരംഭിക്കാം എന്ന് എനിക്ക് തോന്നുന്നു. ആ ഒരു കോൺവെന്റിന്റെ ഒരു ലൊക്കേഷൻ അത് എങ്ങനെയായിരുന്നു? ആ ഒരു ലൊക്കേഷൻ്റെ ഒരു പ്രത്യേകത എന്തൊക്കെയായിരുന്നു ശ്രീ? ഈ സംഭവം നടക്കുന്നത് ഏകദേശം നമ്മൾ മുമ്പേ പറഞ്ഞിരുന്നല്ലോ, ഇതൊരു 30 വർഷം മുമ്പ് നടന്നൊരു സംഭവമാണ്. പക്ഷേ ഇത് കോട്ടയത്തിൻ്റെ ഹൃദയ ഭാഗത്ത് തന്നെയാണ് ഈ സംഭവം നടക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, മനോരമ ഓഫീസിന് വളരെ അടുത്തുള്ളൊരു സ്ഥാപനമാണ് പയസ് 10 കോൺവെന്റ് ഹോസ്റ്റൽ. ഈ ഹോസ്റ്റലിനോട് ചേർന്ന് ഈ ഹോസ്റ്റലുമായി നടത്തിപ്പുമായിട്ട് ബന്ധപ്പെട്ട 20ഓളം സന്യസ്തരും അവിടെ ഉണ്ടായിരുന്നു. ഇതുകൂടാതെ അവിടെ അന്തേവാസികളായിട്ട് ഏകദേശം 100-ലേറെ സ്റ്റുഡൻസും ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരെല്ലാവരും കൂടിയിട്ട് ഒരു 123 പേരാണ് ആ സംഭവ ദിവസം അവിടെ ഉണ്ടായിരുന്നത്. ഒരു 150ഓളം പേർക്ക് താമസിക്കാനുള്ള സൗകര്യമുള്ള ഒരു ഹോസ്റ്റലാണ് പയസ് 10 ഹോസ്റ്റൽ. അത് ശ്രീ ജോജി വളരെ വ്യക്തമാണ്. അതായത് ഇതൊരു കോൺവെന്റാണ്, അതോടൊപ്പം തന്നെ ഹോസ്റ്റലാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, കോട്ടയം നഗരത്തിന്റെ ഹൃദയഭാഗത്താണ് ഈ ഒരു സ്ഥാപനത്തിന്റെ ഒരു ലൊക്കേഷൻ വരുന്നത്. അപ്പോൾ ഒരു റിമോട്ട് ഏരിയ അല്ല, ഒരു ടൗണിന്റെ ഒരു സെൻട്രൽ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു കെട്ടിടം കൂടിയാണ് ഈ ഒരു ഹോസ്റ്റൽ. തുടർന്ന് ഇതിൻ്റെ ഒരു അടുത്തൊരു ഘട്ടത്തിലേക്ക് വരുമ്പോൾ ഈ ഒരു ഹോസ്റ്റലിൻ്റെ ഒരു സ്ട്രക്ചർ, ആ ഒരു ബിൽഡിങ്ങിൻ്റെ സ്ട്രക്ചർ കൂടി പ്രേക്ഷകരുടെ മനസ്സിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ ആ ഒരു കൃത്യത്തെക്കുറിച്ച്, അവിടെ നടന്ന ആ ഒരു സംഭവത്തെക്കുറിച്ച് ഒരു ക്ലിയർ പിക്ചർ പ്രേക്ഷകർക്ക് ലഭിക്കുകയുള്ളൂ. അടുത്തൊരു ഘട്ടത്തിലേക്ക് കടക്കും മുമ്പ് ആ ഒരു സമയത്തിൻ്റെ ഒരു പ്രത്യേകത നാം കൃത്യമായി ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അരുൺ പറഞ്ഞതുപോലെ 1992 മാർച്ച് 27 പുലർച്ചെയാണ്. അതൊരു ഹോസ്റ്റലാണ്, പ്രത്യേകിച്ച് പെൺകുട്ടികൾ താമസിക്കുന്ന ഒരു ഹോസ്റ്റലാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ഡേറ്റിന്റെ ഒരു പ്രത്യേകത കൂടി നാം വിലയിരുത്തേണ്ടതുണ്ട്. എന്താണ് ആ ഒരു ഡേറ്റിന്റെ അല്ലെങ്കിൽ ആ ഒരു സംഭവം നടന്ന ആ ഒരു കാലഘട്ടത്തിന്റെ ഒരു പ്രത്യേകത? ഇവിടെ ജോർജ് പറഞ്ഞത് വളരെ ശരിയാണിത്. നമ്മൾ ഈ മാർച്ച് മാസത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ കേരളത്തിലെ സ്കൂളുകളിലും കോളേജുകളിലും എല്ലാം ആ സമയത്ത് പരീക്ഷ നടക്കുന്ന സമയമാണ്. അപ്പോൾ ഇതൊരു ഹോസ്റ്റലാണ് നമ്മൾ ആദ്യം കണ്ടല്ലോ.
അപ്പം നമുക്ക് ഇവിടെ ഒത്തിരി സ്റ്റുഡൻസ് ഉണ്ട്. അപ്പം പിന്നെ അവർ പിന്നെ പഠിക്കാൻ വേണ്ടി രാത്രിയിൽ വളരെ ലേറ്റായും അതുപോലെ വളരെ പ്രഭാതത്തിലെല്ലാം അവർ പഠിക്കുന്നൊരു സമയമാണത്. അപ്പോൾ മറ്റു രീതിയിൽ പറയുകയാണെങ്കിൽ ഒരു 24 hours ഒരു ആക്റ്റീവായ ഒരു അവസ്ഥയാണുള്ളത്. അപ്പോൾ അവിടെ എപ്പോഴും ആൾക്കാരുടെ സാന്നിധ്യമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു അവസ്ഥയിലാണ് അന്ന് പുലർച്ചെയാണ് ഈ ഒരു കൃത്യം സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ അവർ മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഈ കൃത്യം നടന്നതിൻ്റെ സമയം പറയുന്നത് ഒരു 4:15 to 5 o'clock ആണ്. അപ്പോൾ അതൊരു ഏർലി മോർണിംഗ് ആണ്. തീർച്ചയായും ഏർലി മോർണിംഗ് പ്രത്യേകിച്ച് പെൺകുട്ടികൾ പഠിക്കാൻ വളരെയേറെ ഒരു സാധ്യതയുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് ഇത് സംഭവിച്ചിരിക്കുന്നതാണ് വളരെ ആ സമയത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. കാരണം 120ഓളം അന്തേവാസികൾ, അതായത് ഹോസ്റ്റൽ മേറ്റ്സ് പഠിക്കുന്ന ഒരു സ്ഥാപനം, പരീക്ഷാ കാലമാണ്, പ്രത്യേകിച്ച് പുലർച്ചെ സമയത്താണ് ഈ ഒരു കൃത്യം നടക്കുന്നത്. തീർച്ചയായും പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ ഒരു സാഹചര്യം അനുസരിച്ച് പ്രത്യേകിച്ച് പുലർച്ചെ ഉണർന്നെഴുന്നേറ്റ് പഠിക്കേണ്ട ഒത്തിരി സാധ്യതകൾ അവിടെ നിലനിൽക്കുന്നുണ്ട്. ആ ഒരു ഘട്ടത്തിലാണ് ഈ ഒരു കൃത്യം നടന്നു എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. കാരണം പലരും ആക്റ്റീവായിട്ടിരിക്കുന്ന ഒരു സമയത്താണ് ഒരു കൃത്യം നടക്കുന്നത്. ഇതിലൊരു പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നമുക്ക് കാണാൻ കഴിയും സിസ്റ്റർ അഭയ പോലും എഴുന്നേൽക്കുന്നത് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. 4 മണിക്ക് എഴുന്നേറ്റ് പഠിക്കാനാണ് അഭയ എഴുന്നേൽക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ആ ഹോസ്റ്റലിന്റെ ഒരു സ്ട്രക്ചറിനെ കുറിച്ച് ഒരു ക്ലിയർ പിക്ചർ വേണം. അത് എങ്ങനെയാണ്, പ്രത്യേകിച്ച് ഒരു സെല്ലാർ ഫ്ലോറുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഒത്തിരിയേറെ വിവാദങ്ങൾ ഈ ഒരു കേസിൽ ഉരുത്തിരിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഹോസ്റ്റലിന്റെ ഒരു സ്ട്രക്ചർ, സിസ്റ്റർ അബയുടെ റൂം എവിടെയായിരുന്നു, സിസ്റ്റർ സെഫിയുടെ റൂം എവിടെയാണ്, അതിനെപ്പറ്റി ഒരു ക്ലാരിറ്റി നാം പ്രേക്ഷകർക്ക് കൊടുക്കേണ്ടതുണ്ട്. ഇനി ഒന്ന് ശ്രീ അരുൺ അതിനെപ്പറ്റി ഒരു വ്യക്തത നൽകുമെന്ന് എനിക്ക് തോന്നുന്നു. നാം ഈ കാണുന്നതാണ് പൈസ്റ്റൺ ഹോസ്റ്റൽ. ഈ ഹോസ്റ്റലിൽ 4 നില ബിൽഡിംഗ് ആണ്. ഈ 4 നില ബിൽഡിംഗ് കൂടാതെ ഇതിൻ്റെ താഴെ ഒരു ഗ്രൗണ്ട് ഫ്ലോറിന് താഴെയായിട്ട് സെല്ലാർ ഫ്ലോറും കൂടിയുണ്ട്. ഇതിന് മുൻപിലൂടെ കാണുന്ന വഴി നമുക്കിപ്പോൾ കാണാൻ സാധിക്കും. ഈ വഴിയിലൂടെയാണ് പ്രധാനമായിട്ട് വാഹനങ്ങൾ പോകുന്ന വഴിയാണ്. അതുകൂടാതെ തന്നെ ഈ ബിൽഡിങ്ങിൻ്റെ ഇടത് സൈഡ് ചേർന്ന് നമ്മൾ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ ഇടത് സൈഡിലൂടെ ഒരു വഴിയും കൂടി ഉണ്ട്. ഇങ്ങനെ ഈ 2 വഴിയും നിങ്ങൾ ശ്രദ്ധിക്കണം. കാരണം 2ാമത്തെ വഴിയിലൂടെ പോകുമ്പോഴാണ് ഈ കേസിലെ പ്രധാനപ്പെട്ട ഒരു സാക്ഷിയായിരുന്ന സഞ്ജു പി മാത്തുവിൻ്റെ വീട്, അതായത് മഠത്തിൻ്റെ തൊട്ട് പിന്നിലായിട്ടായിരിക്കും സഞ്ജു പി മാത്തുവിൻ്റെ വീട് വരുന്നത്. അതിന് തൊട്ട് പിന്നിലാണ് സഞ്ജു പി മാത്തുവിൻ്റെ പറമ്പ്, അത് പുരയിടം കഴിഞ്ഞിട്ടുള്ള ഭാഗങ്ങൾ. അവിടെയാണ് അടയ്ക്ക രാജു നിന്ന് ഈ കാഴ്ച കണ്ടു എന്ന് പറഞ്ഞ സ്ഥലം. ഇനി ഹോസ്റ്റലിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണെങ്കിൽ റിസപ്ഷനാണ് ഈ കാണുന്നത്. ഈ റിസപ്ഷനിലൂടെ നമ്മൾ ഉള്ളിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ഗ്രൗണ്ട് ഫ്ലോറിലാണ് എത്തുന്നത്. ഈ ഗ്രൗണ്ട് ഫ്ലോറിലാണ് സിസ്റ്റർ അഭയയും മറ്റു കന്യാസ്ത്രീകളെല്ലാം താമസിച്ചിരുന്ന സ്ഥലങ്ങളുള്ളത്, റൂമുകളുള്ളത്. നമുക്ക് ആ റൂമുകളിലേക്ക് ഒന്ന് കടന്നു പോകാം. ഈ ഗ്രൗണ്ട് ഫ്ലോറിലെ 8ാം നമ്പർ റൂമിലാണ് സിസ്റ്റർ അഭയ താമസിച്ചിരുന്നത്. അതായത് ഇപ്പം അഭയുടെ റൂം 8ാം നമ്പർ റൂമാണെന്ന് അരുൺ പറഞ്ഞു. ഈ റൂമുകളിൽ അവർ ഒറ്റയ്ക്കാണോ താമസിക്കുന്നത്, അതോ ഒരു കൂട്ടമായിട്ടുള്ള ഒരു താമസ സംവിധാനമായിരുന്നു അവിടെ? ഒരുമിച്ചുള്ള താമസമാണ്. ഒരു റൂമിൽ 4-5 പേർ താമസിച്ചിരുന്നു. സിസ്റ്റർ അഭയുടെ കൂടെയാണ് സിസ്റ്റർ ഷെർലി താമസിച്ചിരുന്നത്. അതുപോലെ തന്നെ മറ്റു 2 സിസ്റ്റേഴ്സും സിസ്റ്റർ അഭയുടെ കൂടെ തന്നെയാണ് താമസിച്ചിരുന്നത്. മറ്റു റൂമുകളിൽ ഇതുപോലെ തന്നെ മറ്റു സിസ്റ്റേഴ്സ്, അതോടൊപ്പം തന്നെ ഇതിലത്തെ ഒരു റൂമിലാണ് അവിടുത്തെ കിച്ചണിൽ വർക്ക് ചെയ്തിരുന്ന ചേട്ടത്തിമാരൊക്കെ താമസിച്ചിരുന്ന ഒരു റൂമുണ്ട്. ഏകദേശം 5 പേരാണ് ഉണ്ടായിരുന്നതാണ് എൻ്റെ അറിവ്. പ്രധാന ഒരു സാക്ഷിയായ ഒരു അച്ചാമ്മയൊക്കെ അവരെല്ലാം താമസിച്ചിരുന്നത് ഈ അഭയോട് റൂമിനോട് ചേർന്നുള്ള അടുത്ത റൂമിലാണ് അവർ താമസിച്ചിരുന്നത്. ഓക്കെ, ഇനി എങ്ങനെയാണ് ഈ റൂമിൽ നിന്ന് ഒരു സെല്ലാറിലേക്കുള്ള ഒരു എൻട്രി എങ്ങനെയാണ്, അതൊന്ന് വിശദീകരിക്കും. ഈ റൂമിൽ നിന്ന് സെല്ലാർ ഫ്ലോറിലോട്ട് മാത്രമല്ല, ഈ റൂമിൽ നിന്ന് ബിൽഡിങ്ങിൻ്റെ ഏറ്റവും ടോപ്പിലോട്ടും അതുപോലെ തന്നെ ബിൽഡിങ്ങിൻ്റെ ഏറ്റവും താഴെയുള്ള സെല്ലാർ ഫ്ലോറിലോട്ടും വരാൻ സാധിക്കും. ഈ കാണുന്ന സ്റ്റെയർ കേസിലൂടെയാണ് അവർക്ക് താഴേക്ക് വരാൻ സാധിക്കുന്നത്. താഴെ വന്നു കഴിഞ്ഞാൽ ആദ്യം കാണുന്ന റൂമാണ് സിസ്റ്റർ സെഫിയുടെ റൂം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റെയർ കേസ് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്റ്റെയർ കേസിൻ്റെ നേർ ഓപ്പോസിറ്റുള്ള ഈ ഡോർ നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ഇതാണ് സിസ്റ്റർ സെഫി അന്ന് താമസിച്ചിരുന്ന റൂം. സിസ്റ്റർ സെഫി മാത്രം ആണ് എന്ന് നിങ്ങൾ ചിന്തിക്കരുത്. ഇത് സിസ്റ്റർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സിസ്റ്റർ സെഫിയുടെ റൂം എന്നതിനേക്കാൾ സിസ്റ്റർ ഹെലൻ്റെ റൂം എന്ന് പറയുന്നതായിരിക്കും നല്ലത്. കാരണം സിസ്റ്റർ ഹെലനാണ് അവിടെ താമസിച്ചിരുന്നത്. ഹെലൻ്റെ കൂടെയാണ് സിസ്റ്റർ സെഫി ഉണ്ടായിരുന്നത്. ഇങ്ങനെ 2 പേർ താമസിച്ചിരുന്ന ഒരു റൂമാണ് ഈ സെല്ലർ ഫ്ലോറിലെ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സ്റ്റെയർ കേസിൻ്റെ നേർ ഓപ്പോസിറ്റുള്ള ഈ റൂം. ഒരു കാര്യം കൂടി, പ്രത്യേകിച്ച് അരുൺ പറഞ്ഞു, നമുക്ക് ഈ ഗ്രൗണ്ട് ഫ്ലോറിലും പിന്നെ തൊട്ട് മുകളിലത്തെ നിലകളിലാണ് അന്തേവാസികൾ താമസിച്ചിരുന്നത്. പക്ഷേ ഈ സെല്ലാർ ഫ്ലോറിൽ ഒരു റൂമിൽ മാത്രം ഈ 2 സിസ്റ്റേഴ്സിന് അവർക്ക് ആ ഒരു റൂമിൽ അക്കോമഡേഷൻ കൊടുക്കാനിടയായ സാഹചര്യം എന്താണ്? അല്ലെങ്കിൽ ഞാൻ അതുമായി ബന്ധപ്പെട്ട് മറ്റൊരു കാര്യം കൂടി ചോദിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. സിസ്റ്റർ സെഫിയുടെ പ്രത്യേക ഇഷ്ടപ്രകാരമാണ് അവർക്ക് ഈ റൂം കൊടുത്തിരുന്നത്? അങ്ങനെയല്ല, ഒരിക്കലും ഒരു മഠത്തിലും അങ്ങനെ ചെയ്യില്ല. ഈ മഠങ്ങളിൽ റൂം അലോട്ട് ചെയ്യുന്നത് അവിടുത്തെ മദർ സുപ്പീരിയർ ആണ്. ആ കാലത്ത് സിസ്റ്റർ ലിസ്യു ആയിരുന്നു അവിടുത്തെ മദർ സുപ്പീരിയർ. സിസ്റ്റർ ലിസ്യു പിന്നീട് മരിച്ചു. പക്ഷെ ആ സിസ്റ്റർ ലിസ്യു ആണ് മിക്കവാറും അവിടെ റൂമുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരിക്കുക.
അവിടെ അറേഞ്ച് ചെയ്യുമ്പോൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടത്, ഈ സിസ്റ്റർ ഹെലൻ, നേരത്തെ ഞാൻ സൂചിപ്പിച്ചിരുന്നല്ലോ, സിസ്റ്റർ ഹെലൻ അവിടെ മെസ്സിൻ്റെ ഇൻചാർജ് ആയിരുന്നു. ഞാൻ ഒരു കാര്യം കൂടി പറയാൻ വേണ്ടിയാണ്, ഈ സിസ്റ്റർ ഹെലനെ കുറിച്ചും ഈ സിസ്റ്റർ സെഫിയെ കുറിച്ചും ചേർത്ത് പല രീതിയിലുള്ള പരാതികൾ പറയുന്നുണ്ട്. അപ്പോൾ ഈ സിസ്റ്റർ ഹെലൻ എങ്ങനെയാണ് സിസ്റ്ററിന്റെ? എനിക്കൊന്ന് അത് ഒന്ന് വ്യക്തമാക്കാം, പ്രേക്ഷകരോട് വ്യക്തമാക്കുന്നത്. അതായത് ഈ സിസ്റ്റർ ഹെലനും സിസ്റ്റർ സെഫിയും കൂടി ഒരുമിച്ചാണ് പലപ്പോഴും ഈ മഠത്തിൽ നിന്ന് പുറമേ നിന്നുള്ള ആളുകളെ മഠത്തിലേക്ക് ഉള്ളിൽ കയറ്റാനുള്ള ഒത്താശ ചെയ്ത് എന്നൊക്കെ പറയുന്ന ആരോപണങ്ങളുണ്ട്. അതൊന്ന് അതിന്റെ ഒരു വ്യക്തത നമുക്ക് ലഭിക്കേണ്ടതുണ്ട്. സിസ്റ്റർ ഹെലൻ എന്ന് പറയുന്നത് അവിടുത്തെ ഒരു സീനിയർ സിസ്റ്റർ ആയിരുന്നു, അതായത് സിസ്റ്റർ സെഫിനേക്കാളും സീനിയർ ആയിട്ടുള്ള ഒരു തീർച്ചയായിട്ടും. അവരവിടെ താമസിക്കാനുള്ള സാഹചര്യം ഇതാണ്. ഈ സെല്ലർ ഫ്ലോറിലാണ് ഇതിന്റെ മെസ്സ്, ഈ സ്ഥാപനത്തിന്റെ മെസ്സ്, കുട്ടികൾക്കുള്ള മെസ്സ്, സിസ്റ്റേഴ്സിന്റെ മെസ്സ്, അടുക്കള, ഇങ്ങനെയുള്ള എല്ലാ സംവിധാനങ്ങളും ഉള്ളത് ഈ സെല്ലർ ഫ്ലോറിലാണ്. അപ്പോൾ മെസ്സുമായിട്ട് ഉത്തരവാദിത്തമുള്ള സിസ്റ്റർ അവിടെ താമസിച്ചു എന്നുള്ളത് സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമാണ്. ഈ ഹെലൻ സിസ്റ്ററിനാണ് ഈ മെസ്സിന്റെ ചാർജ് ഉള്ളത്. എനിക്ക് തോന്നുന്നു സിസ്റ്റർ സെഫിക്ക് സിസ്റ്ററിനെ ഹെലൻ സിസ്റ്ററിനെ അസിസ്റ്റ് ചെയ്യാനുള്ള ഒരു ചുമതലയുണ്ട്. അതെ, മെസ്സിന്റെ സെക്കൻഡ് ചാർജ് വന്നിരിക്കുന്നത് സിസ്റ്റർ സെഫിക്കാണ്. പക്ഷെ സിസ്റ്റർ സെഫി ശരിക്കും അവിടെ എത്തിപ്പെടുകയാണ് ഉണ്ടായിരുന്നാണ് യാഥാർത്ഥ്യം. അത് നമുക്ക് ജസ്റ്റിസ് ഹാമയുടെ വിധിപ്പകർപ്പിലാണ് നമുക്കത് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഞാൻ ഒന്നുകൂടെ അങ്ങോട്ട് ശ്രദ്ധിക്കുകയാണ്, ഈ സെല്ലാർ ഫ്ലോറിലെ ഈ സ്ഥലത്താണ് ശരിക്കും കൃത്യം നടന്നു എന്ന് പറയുന്നത് അല്ലേ? അല്ല, അതെ, ഈ കാണുന്നത് നമ്മൾ സെഫിയുടെ റൂമാണ് ഈ കാണുന്നത്. ഇവിടെ സെഫിയുടെ റൂമിൽ വെച്ചിട്ട് ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടേ ഇല്ല. നടന്നതായിട്ട് കോടതിയിലോ CBIയുടെ അന്വേഷണത്തിലോ ഒന്നും ഒരിടത്തും പറയുന്നില്ല. പിന്നെ എവിടെയാണ് ആ സംഭവം നടന്നതായിട്ട് പറയുന്നത്? ഇവിടെ നിന്ന് ഒരു ഇടനാഴിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്ക് വേണമെങ്കിൽ ആ വഴിക്ക് പോകാം. ജസ്റ്റിസ് ഹേമ ഒരു കാര്യം കേസ് ഡയറി നോക്കി വിലയിരുത്തി പറയുന്നുണ്ട്. അതായത് സിസ്റ്റർ സെഫിക്ക് അവിടെ താമസിക്കാൻ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല, ആ റൂമിൽ താമസിക്കാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. കാരണം നമുക്കറിയാലോ, മറ്റു സിസ്റ്റേഴ്സ് എല്ലാവരും ഒരുമിച്ച് താമസിക്കുന്ന റൂമുകൾ അവിടെ ഇഷ്ടംപോലെ ഉള്ളപ്പോൾ ഈ താഴേക്ക് വരാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ സിസ്റ്റർ സെഫി നിർബന്ധിക്കപ്പെടുകയാണ് ഉണ്ടായത്. അവിടെ മറ്റൊരു സിസ്റ്റർ വന്നപ്പോൾ ആ സിസ്റ്ററെ മുകളിലത്തെ റൂമുകളിൽ അക്കോമഡേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സിസ്റ്റർ സെഫിയോട് താഴേക്ക് പോകാൻ പറയുകയാണ് ചെയ്തത് എന്ന് ജസ്റ്റിസ് ഹേമ കേസ് ഡയറി പ്രകാരം അത് നോട്ട് ചെയ്തിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ഈ സിസ്റ്റർ സെഫിക്ക് മേൽ ആരോപിച്ച പ്രധാനപ്പെട്ട ഒരു കുറ്റം, ഈ ഒരു കുറ്റകൃത്യം നടത്തുവാൻ വേണ്ടി സിസ്റ്റർ സെഫി മനഃപൂർവ്വം സെല്ലാർ റൂമിൽ ഒറ്റയ്ക്ക് താമസിക്കുന്നു, അതിനുള്ള ഒത്താശ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ആ ഒരു സാഹചര്യം ഒരുക്കാൻ വേണ്ടിയിട്ടാണ് ആ റൂമിൽ മനഃപൂർവ്വം താമസിച്ചു എന്നൊരു കടുത്തൊരു ആരോപണം സിസ്റ്റർ സെഫിക്ക് മേലുണ്ടായിരുന്നു. ആ ആരോപണം തന്നെ ഇപ്പോൾ പൊളിയുകയാണ്. അത് അരുണിന്റെ വാക്കുകളിലൂടെ അല്ല, അരുൺ ഉദ്ധരിച്ചത് ജസ്റ്റിസ് ഹേമയുടെ വിധിന്യായത്തിലൂടെ തന്നെ, ആ വാക്കുകളിലൂടെ തന്നെ സിസ്റ്റർ സെഫി വളരെ വ്യക്തമായും അവിടെ ആ റൂമിൽ താമസിക്കാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. ആ മഠത്തിലേക്ക് കടന്നു വന്ന മറ്റൊരു അന്തേവാസിക്ക് വേണ്ടിയിട്ട് ആ റൂമിലേക്ക് താമസം മാറുവാൻ നിർബന്ധിതയാവുകയായിരുന്നു എന്ന് വളരെ വ്യക്തമായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അത് മാത്രമല്ലല്ലോ, നാം സിസ്റ്റർ സെഫിയെ ഇതിൽ കുറ്റക്കാരിയായിട്ട് വിധിക്കുന്ന ഒരു ഭാഗം നമ്മൾ കാണുന്നുണ്ട്. ഈ കുറ്റക്കാരിയായിട്ട് വിധിക്കാനായിട്ട് സെഫിയുടെ നേരെയുള്ള ഒരേ ഒരു ആരോപണം, അതല്ലെങ്കിൽ ഒരേ ഒരു തെളിവ് എന്ന് പറയുന്നത് സിസ്റ്റർ സെഫി ആ ദിവസം രാത്രി സിസ്റ്റർ സെഫിയുടെ റൂമിൽ ഉണ്ടായിരുന്നു എന്നതാണ്. അല്ല മിസ്റ്റർ ജോർജി, അത് വളരെ സ്വാഭാവികമാണ്. കാരണം ഒരു സിസ്റ്റർ ആ സമയത്ത് പിന്നെ എവിടെയാണ് പോകേണ്ടത്? അലോട്ട്മെന്റ് ലഭിച്ച റൂമിലല്ലാണ്ട് പിന്നെ ആ മഠത്തിൽ എവിടെ താമസിക്കും? ഒരു അച്ചടക്കമുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ, അനുസരണയുള്ള വ്യക്തി എന്ന നിലയിൽ താൻ ആ റൂമിൽ താമസിച്ചു. അതാണ് ഏറ്റവും വലിയൊരു അപരാധമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത്. എനിക്കൊന്നും നമുക്കിനി ആ ഒരു കിച്ചൺ ഏരിയയിലേക്ക് പോകാമെന്ന് അല്ലേ? ഓക്കെ, ഇനി കാണുന്നതാണ് കിച്ചണിലേക്കുള്ള ഇടനാഴി. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഈ സ്റ്റെയർ കേസിൽ നിന്ന് റൈറ്റിലോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ വരുന്ന ഈ ഇടനാഴിയിലൂടെ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിച്ചണിലെത്താം. കിച്ചൺ എത്തുന്നതിന് മുൻപ് 2 റൂമുകൾ കൂടി നമുക്ക് ജസ്റ്റ് കണ്ടുപോകാം. സിസ്റ്റർ സെഫിയുടെ തൊട്ടപ്പുറത്തെ റൂമാണ് സിസ്റ്റേഴ്സിൻ്റെ മെസ്സ്. അതിനപ്പുറം ഉള്ളത് അടുക്കളയിൽ നിന്ന് കണക്ട് ചെയ്യുന്ന സ്റ്റോർ റൂമാണ്. നേരെ നാം ചെന്നെത്തുന്നത് അടുക്കളയിലോട്ടാണ്. അടുക്കള കഴിഞ്ഞ് പിന്നെ നേരെ കാണുന്നതാണ് വർക്ക് ഏരിയ, കിച്ചൻ്റെ വർക്ക് ഏരിയ എന്ന് വേണമെങ്കിൽ പറയാം. ഈ വർക്ക് ഏരിയയിൽ നിന്ന് പുറത്തേക്ക്, ഈ ബിൽഡിങ്ങിൻ്റെ പുറത്തേക്ക് ഡോറുണ്ട്. അതുപോലെ തന്നെ നാം ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏരിയയും കൂടിയുണ്ട്. ഈ വർക്ക് ഏരിയയുടെ ഓപ്പോസിറ്റ് കാണുന്ന, ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന വെള്ളം വെച്ചിരിക്കുന്ന ഒരു സ്റ്റീലിൻ്റെ പാത്രം നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ഈ സ്റ്റീൽ പാത്രം ഇരുന്നിടത്താണ് ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ടായിരുന്നത്. അന്ന് ആ കേസിൽ പരാമർശിച്ചിരിക്കുന്ന ആ അഭയ വെള്ളമെടുത്ത അതെ. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടല്ലോ, അതിൻ്റെ ആ ഫ്രിഡ്ജിൻ്റെ കണക്ഷനൊക്കെ കൊടുത്തിരുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ ഈ ഫ്രിഡ്ജ് ഇരിക്കുന്നത് വേറൊരു റൂമിലാണ്. ഇപ്പോഴും ഫ്രിഡ്ജുണ്ട്, പക്ഷേ ഫ്രിഡ്ജ് വേറെ റൂമിലാണ് ഇരിക്കുന്നത്. അല്ല മിസ്റ്റർ അരുൺ, ഞാൻ പറയുമ്പോൾ അപ്പോൾ നമ്മൾ ഈ ഏരിയയിലാണ് ഈ കൃത്യം നടന്നതായിട്ട് പറയുന്നത് അല്ലേ? അതെ. അപ്പോൾ നമ്മൾ ഈ ഏരിയ കാണുമ്പോൾ ജോർജിക്ക് എന്താണ് തോന്നുന്നത്? ഇത് വളരെ ഈസിലി ആക്സസിബിൾ അല്ലേ? ഒത്തിരി ഓപ്പണിങ്സ് ഉള്ള വളരെ ഏരിയയാണ്. അതായത് CBI പറയുന്നത് ഈ 3 പേരും, അതായത് ഫാദർ ജോസ് പദ്രക്കയിൽ, ഫാദർ തോമസ് കൂട്ടൂര്, സിസ്റ്റർ സെഫി, 3 പേർ കോംപ്രമൈസിങ് പൊസിഷനിൽ ഈ സിസ്റ്റർ അഭയ കണ്ടു എന്ന് പറയുന്നത് ഇത്രമാത്രം എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഏകദേശം 6ഓളം ഓപ്പണിംഗ് ഉള്ള 2 ഒരു എക്സിറ്റ് പോയിന്റുകളുള്ള ഈ ഒരു ഏരിയയിലാണ്
കോംപ്രമൈസിംഗ് പൊസിഷനിൽ ഈ 3 വ്യക്തികളെ കണ്ടു എന്ന് പറയുന്നത് വളരെ വിചിത്രം, നല്ല വിചിത്രമാണ്. വളരെ പ്രത്യേകിച്ച് പിന്നെ ഫാദർ തോമസ് കോട്ടൂരിനെ പോലെ, സിസ്റ്റർ സ്റ്റെഫിയെ പോലെയുള്ള അവർക്ക് മറ്റു പല അവരെ കുറിച്ചൊന്ന് പരാമർശിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം രണ്ടുപേരും BCM കോളേജിലെ പ്രൊഫസേഴ്സ് ആണ്. വളരെ വിവരവും വിദ്യാഭ്യാസം ഉള്ളവരാണ് ഈ രണ്ടുപേരും. സിസ്റ്റർ സ്റ്റെഫി അതോടൊപ്പം തന്നെ കോട്ടയം അതിരൂപതയുടെ പ്രസിദ്ധീകരണം അപ്നാദേശിലെ ഒരു ജീവനക്കാരി കൂടിയാണ്. അതോടൊപ്പം തന്നെ ഹോസ്റ്റലിന്റെ ഈ മെസ്സിന്റെ ചാർജും എല്ലാം ഉണ്ട്. വളരെ വിവരവും വിദ്യാഭ്യാസമുള്ള ഈ 3 വ്യക്തികളാണ് ഇത്രയും ഓപ്പൺ ആയിട്ടുള്ള, വളരെ സ്വകാര്യത ആവശ്യമുള്ള ഒരു വേണ്ടി ഇത്തരം ഒരു സ്ഥലം തിരഞ്ഞെടുക്കുന്നത്. നമുക്ക് കോടതിയുടെ വിധിയിൽ ഒരു കാര്യം കാണാൻ കഴിയും. അതായത് രാത്രി 10:00-ക്ക് ശേഷം അവിടുത്തെ അന്തേവാസികളായ സ്റ്റുഡൻസിന് താഴെ അടുക്കളയിലേക്ക് പ്രവേശനം ഉണ്ടായിരുന്നില്ല. പിന്നെ അവർക്ക് പ്രവേശനമുള്ളത് 5 മണിയോടുകൂടിയാണ്. 10:30, അതായത് 10:30 മുതൽ രാത്രി 10:30 മുതൽ 5 മണി വരെ അവർക്ക് പ്രവേശനം ഉണ്ടായിരുന്നില്ല. പക്ഷെ അതിലൊരു വിചിത്രം ആയ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവിടേക്ക് ആ കുട്ടികൾക്ക് പ്രവേശനമില്ല എന്ന് പറയുന്നത് അവിടേക്കുള്ള എൻട്രികളെല്ലാം അടച്ചിട്ടിരിക്കുന്നു എന്നല്ല. വളരെ വ്യക്തമാണ്. ഒരു കോമൺ ആയിട്ടുള്ള ഒരു പോളിസിയാണ്, നിയമമാണ്. ആ നിയമം അവർ പാലിക്കുന്നുണ്ടായിരിക്കാം. പക്ഷേ അതോടൊപ്പം നാം ചേർത്ത് വായിക്കേണ്ടത്, അവർക്ക് എൻട്രി ഇല്ല എന്ന് പറയുമ്പോൾ തന്നെ ഏത് സമയത്തും നാം കണ്ട ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് സിസ്റ്റേഴ്സോ അതുപോലെ തന്നെ അവർ വരേണ്ട സമയം കൂടിയാണത്. സാധാരണ നമുക്കറിയാം 8:30-ക്കാണ് അവിടെ ഭക്ഷണം തയ്യാറാകുന്നത്. 8:30-ക്കുള്ളിൽ കുട്ടികൾക്കെല്ലാം ഭക്ഷണം കഴിക്കേണ്ടതാണ്. അപ്പോൾ 8:30-ക്ക് കുട്ടികൾ ഭക്ഷണം കഴിക്കണമെങ്കിൽ എത്ര നേരത്തെ അവിടെ കിച്ചൺ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം. അപ്പോൾ അത്തരമൊരു സന്ദർഭത്തിന്റെ സമയം കൂടിയാണ് ഇപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന കേസിൽ ആസ്പദമായിട്ടുള്ള ടൈം. എനിക്കൊന്ന് ജോജി, ഈ പറയുന്ന ഒരു നിയമമാണ് കോടതി ഒരു വാദഗതിക്ക് വേണ്ടി എടുത്തിരിക്കുന്നത്. അതായത് 10 മുതൽ 5 മണി വരെ ഹോസ്റ്റൽ അന്തേവാസികൾക്ക് കിച്ചണിലേക്ക് പ്രവേശനമില്ല. പക്ഷെ അത് വളരെ വ്യക്തമാണ്. അതൊരു പുസ്തകത്തിൽ മാത്രം എഴുതപ്പെട്ട ഒരു നിയമമാണ്. ഈ കോടതി തന്നെ പറയുന്നുണ്ട്, വെള്ളം എടുക്കാൻ വേണ്ടിയിട്ടാണ് അഭയ താഴേക്ക് വരുന്നതെന്ന്. സ്ഥിരമായി വെള്ളം എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി ആണെങ്കിൽ മാത്രമല്ലേ അന്ന് ഫ്രിഡ്ജിൽ പോയി വെള്ളം എടുക്കാൻ അഭയ വരേണ്ടതുള്ളൂ. നമുക്കിനി കെട്ടിടത്തിന്റെ പുറമേക്ക് ഒന്ന് പോകാൻ തോന്നുന്നു അല്ലെ? ഓക്കെ, നാം നേരത്തെ കണ്ടതുപോലെ തന്നെ വർക്ക് ഏരിയയിൽ നിന്നാണ് അതിൻ്റെ ഡോർ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതാണ് ഈ ഡോറിലൂടെയാണ് നമ്മുടെ ബിൽഡിങ്ങിൻ്റെ പുറത്തേക്ക് കടക്കുന്നത്. കടന്നു കഴിഞ്ഞ ഉടനെ ഇടത്തോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ കാണുന്നതാണ് സ്പൈറൽ സ്റ്റെയർ കേസ് അഥവാ 6 ആക്സ് ഷേപ്പിലുള്ള ഈ സ്റ്റെയർ കേസ്. ഈ സ്റ്റെയർ കേസ് ഒരു എമർജൻസി എക്സിറ്റും കൂടിയാണ്. ബിൽഡിങ്ങിലത്തെ ഏത് നിലകളിൽ നിന്നും മുകളിലേക്കുള്ള 4 നിലകളിൽ നിന്നും ഏത് നിലയിൽ നിന്നും വേണമെങ്കിൽ ഉള്ള ഒരു എമർജൻസി എക്സിറ്റാണ്. ബിൽഡിംഗ് റൂൾ പ്രകാരം പണിതിട്ടുള്ളതാണ്. പക്ഷെ നിങ്ങൾക്ക് സ്റ്റെയർ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാൻ സാധിക്കും, ഒരാൾക്ക് അതിലൂടെ അറ്റ് എ ടൈം കടന്നു പോകാൻ പറ്റുള്ളൂ. പിന്നെ എനിക്കൊന്ന് കൈവരിയില്ല എന്ന് തോന്നുന്നു അല്ലെ? കൈവരിയില്ല. ഒരു സൈഡിൽ കൈവരിയുണ്ട്, മറ്റേ സൈഡിൽ കൈവരിയില്ല. അല്ല, എനിക്ക് തോന്നുന്നു നമ്മുടെ ക്യാമറമാൻ ഇതിലൂടെ കടന്നു പോകാൻ വേണ്ടി വളരെ പ്രയാസപ്പെട്ടു. ക്യാമറ കൊണ്ട് പോകാൻ വളരെ പ്രയാസപ്പെട്ടു. ക്യാമറ വെച്ചുകൊണ്ട് തന്നെ ആ വഴി കൂടെ ഷൂട്ട് ചെയ്യാൻ വളരെ ഒരു ബുദ്ധിമുട്ട് അനുഭവിച്ചു എന്ന് അദ്ദേഹം പറയുന്നുണ്ടായി. നമ്മൾ ആ ഒരു വശം പറയാൻ കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ അടയ്ക്കരാജുവിന്റെ മൊഴി നമ്മൾ അതിലേക്ക് വരുന്നുണ്ട്. പോലും ഈ ഒരു ഘട്ടത്തിലും സൂചിപ്പിക്കുന്നതല്ലായിരിക്കും. അതായത് അടയ്ക്കരാജു ഈ അച്ഛന്മാരെ ടെറസിൽ കണ്ടു എന്ന് പറയുന്നത്, എന്തുകൊണ്ട് അവർ ടെറസിൽ എത്തിയെന്ന് കോടതി അല്ലെങ്കിൽ CBI പറയുന്നത്, ഈ സിസ്റ്റർ അഭയുടെ മൃതദേഹം അത് വഹിച്ചുകൊണ്ട് ടെറസിലെത്തി താഴേക്ക് ഇടാനുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ടെറസിലെത്തി എന്നാണ് പറയുന്നത്. ചിത്രത്തിൽ നിന്ന് വളരെ വ്യക്തമാണ്. ഒരാൾക്ക് പോലും വളരെ കഷ്ടപ്പെട്ടാണ് ആ ഒരു ഏരിയയിൽ കൂടെ പോകാൻ സാധിക്കുകയുള്ളൂ അല്ലെ? അതെ. ഇനിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട, ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം. മറ്റൊന്നുമല്ല, ഈ ഹോസ്റ്റലിൻ്റെ കിണറാണ് ഈ കാണുന്നത്. ഈ കിണർ ഇപ്പോൾ നിങ്ങൾ കാണുമ്പോൾ ഇതിനൊരു ഗ്രില്ലുണ്ട്. പക്ഷേ അന്ന് ആ കാലത്ത് ഒരു നൈലോണിൻ്റെ ഒരു നെറ്റാണ് അതിൻ്റെ മുകളിലുണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ വെള്ളം എടുക്കാനായിട്ട് ഒരു സൈഡിലൊരു ഓപ്പണിംഗ് ഉണ്ടായിരുന്നു. ഒരു കപ്പിയും വെള്ളം എടുക്കാനുള്ള പാത്രമെല്ലാം അവിടെ തന്നെ അന്ന് ആ കാലത്തും ഉണ്ടായിരുന്നു. ഈ തൊട്ടു പിന്നിൽ ഒരു ജനൽപ്പാളി കാണുന്നുണ്ടല്ലോ, അത് ഏത് റൂമിലേക്കുള്ള ജനൽ? അടുക്കളയിൽ നിന്നുള്ള ഓപ്പണിംഗ് ആണ്. ഓക്കെ, അപ്പൊ ഈ ഒരു കിണറ്റിലാണ് അഭയുടെ മൃതദേഹം കണ്ടെത്തിയത്. അതെ. എനിക്ക് തോന്നുന്നു നമുക്കിനി ഈ കഥയിലെ അല്ലെങ്കിൽ ഈ ഒരു കേസിലെ ഒരു നോബൽ വിറ്റ്നസ് എന്ന് പറയുന്ന അടയ്ക്കരാജു, ആ വ്യക്തി ഇരുന്ന ആ ഒരു സ്പേസ് കൂടി പ്രേക്ഷകരെ ഒന്ന് കാണിക്കേണ്ടതുണ്ട്. അതുകൂടി നമുക്കൊന്ന് കാണാം. ഓക്കെ, ഇപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്നതാണ് അടയ്ക്കരാജു നിന്നിരുന്ന സ്ഥലം. ഈ അടയ്ക്കരാജു നിന്നു എന്ന് പറയുന്ന ഈ പറമ്പ് യഥാർത്ഥത്തിൽ സഞ്ജു പി മാത്യുവിന്റെ പറമ്പാണ്. സഞ്ജു പി മാത്യുവിന്റെ വീടിനെ ഒരു സാക്ഷിയാണെന്ന് തോന്നുന്നു അല്ലേ? അതെ, ഈ കേസിലൊരു സാക്ഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് മൊഴി മാറ്റിയ സാക്ഷിയാണ്. പക്ഷേ ഈ കേസിൽ പലപ്പോഴും സംശയിക്കപ്പെട്ട ഒരു വ്യക്തി കൂടിയാണ് സഞ്ജു പി മാത്യു. സഞ്ജു പി മാത്യുവിന്റെ വീട് വരുന്നത് ഒരിക്കൽ കൂടി പ്രേക്ഷകരുടെ ഒരു അറിവിലേക്ക് പറയുകയാണ്. ഹോസ്റ്റലിന്റെ മുൻപിലത്തെ വഴി കണ്ടു. അതോടൊപ്പം തന്നെ മുൻപിൽ നിന്ന് ഹോസ്റ്റലിൽ നോക്കുമ്പോൾ അതിൻ്റെ ഇടത്തെ സൈഡിലൂടെ ഒരു വഴി കടന്നു പോകുന്നുണ്ട്. ഈ ഇടത്തെ സൈഡിലെ വഴി ഹോസ്റ്റൽ കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള വലത്തെ സൈഡിലേക്ക് കാണുന്ന വീടാണ് സഞ്ജു പി മാത്യുവിൻ്റെ വീട്. ഈ സഞ്ജു പി മാത്യുവിൻ്റെ വീടിൻ്റെ
പറമ്പിലാണ്, അത് വീട് കഴിഞ്ഞിട്ടുള്ള ബാക്കി ഭാഗങ്ങൾ പറമ്പാണ്, ആ പറമ്പിലാണ് അടയ്ക്കരാജു നിന്നു എന്ന് പറയപ്പെടുന്നത്. ഈ അടയ്ക്കരാജു നിന്ന ഈ പറമ്പിലിനും ഹോസ്റ്റലിനും ഇടയിൽ ഒരു മതിലുണ്ട്, ഹോസ്റ്റലിൻ്റെ ചുറ്റും മതിലുകളുണ്ട്. ഈ കിണറിന്റെ തൊട്ടപ്പുറത്തൊരു മതിൽ കാണുന്നുണ്ടല്ലോ, അതായത് ഹോസ്റ്റലിന്റെ ഫ്രണ്ടിൽ നിന്ന് ഈ കിണറിന്റെ സൈഡിലേക്ക് വരാൻ, അത് മതിൽ പുതിയതായിട്ട് കൺസ്ട്രക്ഷൻ? അത് സംഭവം നടന്ന കാലത്ത് അവിടെ അങ്ങനെ ഒരു സെപ്പറേഷൻ ഉണ്ടായിരുന്നില്ല. ശരിക്കും നമുക്ക് കോൺവെന്റിന്റെ മുൻപിൽ വരുന്നവർക്ക് കോൺവെന്റിന്റെ അടുത്ത സൈഡ് ചേർന്ന് ഈ വഴിയിലൂടെ കിണറിന്റെ അവിടേക്ക് എത്താൻ സാധിക്കും. ഓക്കെ, നമ്മൾ ഈ ഒരു കോൺവെന്റിന്റെ പൈസ്റ്റൺ കോൺവെന്റിന്റെ ഒരു എക്സ്റ്റേണൽ ഒരു ഇന്റേണൽ സ്ട്രക്ചർ നാം ഡിസ്കസ് ചെയ്തു. ഈ ഒരു ചർച്ചയുടെ ഈ ഒരു ഘട്ടത്തിൽ ഉരുത്തിരിയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഈ കുറ്റാരോപിതർക്കെതിരെ CBI ഉന്നയിച്ച പ്രധാനപ്പെട്ട ഒരു കാര്യം, അവരൊരു കോംപ്രമൈസിംഗ് പൊസിഷനിൽ കണ്ടു എന്ന് പറയുന്ന ഒരു കിച്ചൺ, ആ ഒരു സ്ഥലത്തിന്റെ പ്രത്യേകത വളരെ എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഒരു സ്ഥലം. മറ്റൊരു കാര്യം, ഇവർ സിസ്റ്റർ അബയുടെ ബോഡി ടെറസിന്റെ മുകളിലേക്ക് കൊണ്ടുപോയി താഴേക്ക് ഇടാൻ പ്ലാൻ ചെയ്യുന്നു എന്ന് പറയുന്ന, അതിലേക്ക് കയറിപ്പോകാൻ അവർ ഉപയോഗിച്ച ആ ഒരു സ്റ്റെയർ കേസ്, അതിന്റെ ആ ഒരു സ്ഥലത്തിന്റെ ഒരു പ്രത്യേകത, അത് കാണുമ്പോൾ തന്നെ പ്രേക്ഷകർക്ക് ഇവർക്കെതിരെ, ഈ കുറ്റാരോപിതർക്കെതിരെ ഉന്നയിക്കപ്പെട്ട ആ ഒരു ആരോപണത്തിന്റെ മുന ഒടിക്കുന്ന രീതിയിലുള്ള പ്രത്യേകതകളാണ് ഈ രണ്ട് സ്ഥലത്തിനും ഉള്ളത്. അതോടൊപ്പം തന്നെ സിസ്റ്റർ സെഫി ആ റൂമിൽ താമസിക്കാൻ ഇടയായ സാഹചര്യം. നമുക്കിനി അടുത്ത ഘട്ടത്തിലേക്ക് നമുക്ക് വരാം. ഈ ഒരു സംഭവം നടന്നത് നേരത്തെ അരുണും ജോജിയും സൂചിപ്പിച്ചു, 1992 മാർച്ച് 27-ാം തീയതി, അതായത് മാർച്ച് 27-ാം തീയതി പുലർച്ചെ. ഇനി നമ്മൾ ചർച്ച ചെയ്യേണ്ടത് മാർച്ച് 26-ാം തീയതി രാത്രി, മാർച്ച് 27-ാം തീയതി പുലർച്ചെ എന്താണ് ആ ഒരു കോൺവെന്റിൽ നടന്നത് എന്നതിനെ പറ്റി വളരെ കൃത്യമായി നാം ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു. നമുക്ക് ആദ്യമേ തന്നെ മാർച്ച് 27-ാം തീയതി രാത്രി എന്തായിരുന്നു ആ ഒരു കോൺവെന്റിന്റെ ഒരു അന്തരീക്ഷം? ജോജി, മാർച്ച് 26-ാം തീയതി അന്ന് വൈകുന്നേരം, അന്ന് അവിടെ കോട്ടയത്ത് നാഗമ്പടത്ത് നടന്ന ഒരു ബൈബിൾ കൺവെൻഷനിൽ പങ്കെടുക്കുവാനായിട്ട് ഈ ഹോസ്റ്റലിൽ നിന്ന് സിസ്റ്റർ സെഫിയും സിസ്റ്റർ അഭയയും അതുപോലെ കിച്ചണിൽ ജോലി ചെയ്യുന്ന അച്ചാമ്മ ഉൾപ്പെടെ അവർ കുറച്ച് പേര് പോവുകയും, അതിനുശേഷം അവർ രാത്രി തിരിച്ചു വന്നു. അവരതിനുശേഷം 8:30 അവരുടെ അത്താഴം കഴിഞ്ഞ് പ്രാർത്ഥനയിലേക്ക് പോയിട്ടുണ്ടാകും, അല്ലെങ്കിൽ ഈ അന്തേവാസികൾ പഠന സംബന്ധമായ കാര്യങ്ങളിലേക്ക് പോയിട്ടുണ്ടാകാം, പിന്നെ കിച്ചൺ സ്റ്റാഫ് കിച്ചൺ ക്ലീനിംഗ്. അത് ഒരു കാര്യം കൂടി ഞാനന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. അതായത് ഇവർ കിടക്കുന്നതിന് മുമ്പ് ഈ പിറ്റേ ദിവസം രാവിലെ 5 മണിക്ക് SH മൗണ്ട്, അവരുടെ തൊട്ടടുത്തൊരു ആരാധനാലയമാണ് SH മൗണ്ടിൽ, ആരാധനയ്ക്ക് പോകാൻ സിസ്റ്റർ സെഫിയും ഈ സിസ്റ്റർ അബയുടെ റൂംമേറ്റായ സിസ്റ്റർ ഷെർലിയും പ്ലാൻ ചെയ്യുന്നു. ആ ഒരു കാര്യം സിസ്റ്റർ അബയോട് പറയുന്നുണ്ട്. അതായത് കിടക്കുന്നതിന് മുമ്പ് തന്നെ പിറ്റേ ദിവസം 5 മണിക്ക്, ഞാൻ ഈ ടൈം സ്പെസിഫൈ ചെയ്ത് പറയാൻ കാരണം 4:30 ഇത് കൃത്യം നടന്നു എന്നൊക്കെ പറയുന്നത്, 5 മണിക്ക് ഈ SH മൗണ്ടിൽ ആരാധനയ്ക്ക് പോകാൻ ഇവർ രണ്ടുപേരും പ്ലാൻ ചെയ്തിട്ടാണ് ഇവർ കിടക്കാൻ പോകുന്നത്. അതോടൊപ്പം നമ്മളോട് മനസ്സിലാക്കേണ്ട കാര്യം, ഈ 5 മണിക്ക് ഇങ്ങനെ ഒരു പ്രാർത്ഥനയ്ക്ക് പോകാൻ വേണ്ടി തയ്യാറെടുത്തിരുന്ന സിസ്റ്റർ സെഫി ഈ 4:15 സമയത്ത് ഈ ഒരു കോംപ്രമൈസിംഗ് പൊസിഷനിൽ കണ്ടെത്തുക, ഇതൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ ഒരു ലോജിക്കല്ല, വിശ്വസിക്കാൻ പറ്റുന്ന ലോജിക്ക് നമുക്ക് അതിനകത്ത് ചിന്തിക്കുന്നത്. അതോടൊപ്പം മറ്റൊരു കാര്യം കൂടിയാണ് തലേദിവസം നടന്നത്. അതായത് ഈ പരീക്ഷാകാലമാണ്, ജോജി നേരത്തെ സൂചിപ്പിച്ചു, പരീക്ഷാകാലമാണ്. അതുകൊണ്ട് തന്നെ പിറ്റേ ദിവസം രാവിലെ വിളിച്ചെഴുന്നേൽപ്പിക്കേണ്ട കാര്യം ഈ സിസ്റ്റർ ഷെർലിയെ അന്ന് ഹോസ്റ്റലിലെ അന്തേവാസികളെ പല സിസ്റ്റേഴ്സും ആവശ്യപ്പെടുന്നുണ്ട്. നാം വിരിപ്പകർപ്പ് വായിക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ കഴിയും, സിസ്റ്റർ സുദീപ പറഞ്ഞതനുസരിച്ച് സിസ്റ്റർ സുദീപയ്ക്ക് 2:30 എഴുന്നേൽക്കണമായിരുന്നു. അപ്പോൾ അതിനെ സിസ്റ്റർ ഷെർലിനെയാണ് ഏൽപ്പിക്കുന്നത്. അന്നേ കാലത്ത് എനിക്ക് തോന്നുന്നു ടൈം പീസൊക്കെ ആയിരിക്കാം, അതിൽ ഷെർലി 2:30 സെറ്റ് ചെയ്യാണ്. അതോടൊപ്പം തന്നെ സിസ്റ്റർ അഭയ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനെ 4 മണിക്ക് വിളിക്കണം എന്നുള്ളത്. അപ്പോൾ അത് അങ്ങനെ സിസ്റ്റർ ഷെർലി ആദ്യം വിളിക്കുന്നത് സിസ്റ്റർ സുദീപേനെയാണ്. 2:30 അലാം സെറ്റ് ചെയ്ത് അലാം അടിച്ചതനുസരിച്ച് സിസ്റ്റർ സുദീപനെ വിളിക്കുന്നു. അതിനുശേഷം അലാം 4 മണിക്ക് സെറ്റ് ചെയ്യുന്നു. 4 മണിക്ക് അലാം അടിക്കുന്നതോടുകൂടി സിസ്റ്റർ അഭയ ഉണരുന്നു. നമുക്കിനി ആ ഒരു നിർണായകമായിട്ടുള്ള ഒരു ദിനത്തിലേക്ക് കടക്കാം എന്ന് എനിക്ക് തോന്നുന്നത്. അതായത് മാർച്ച് 27-ാം തീയതി പുലർച്ചെ. അപ്പോൾ നമ്മൾ ഏറ്റവും ലാസ്റ്റ് പറഞ്ഞു നിർത്തി ഈ അലാറം സെറ്റ് ചെയ്ത് വിളിച്ചെണീപ്പിക്കേണ്ട കാര്യം സിസ്റ്റർ ഷെർലിയോട് ചിലർ പറയുന്നു. അതോടൊപ്പം തന്നെ 5 മണിക്ക് പോകാനുള്ള കാര്യം സിസ്റ്റർ സെഫിയും സിസ്റ്റർ ഷെർലിയും പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് മാർച്ച് 27-ാം തീയതി പുലർച്ചെ, അന്ന് ആ ഒരു നിർണായക ദിനത്തിൽ എന്താണ്, എപ്പോൾ മുതലാണ്, അതായത് മഠത്തിലെ ഉള്ളിലെ അന്തരീക്ഷം എപ്പോൾ മുതലാണ് ആക്റ്റീവായത്? ആരും എനിക്ക് തോന്നുന്നു ഇപ്പോൾ നാം സംസാരിക്കുന്നത് മുഴുവൻ മഠത്തിലെ ഗ്രൗണ്ട് ഫ്ലോറിലെ കാര്യങ്ങളാണ്. മറ്റു ഫ്ലോറുകളിൽ പല കുട്ടികളും അതിലും നേരത്തെ എഴുന്നേറ്റിട്ടുണ്ട്, അവർ പഠിക്കാൻ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം സൂചിപ്പിച്ചിരുന്നത് ഇതൊരു പരീക്ഷാകാലമായിരുന്നു. സിസ്റ്റർ അഭയ 4 മണിക്ക് എഴുന്നേറ്റപ്പോൾ സിസ്റ്റർ അനുപമയെ വിളിച്ചെഴുന്നേൽപ്പിക്കുന്നുണ്ട് പഠിക്കാനായിട്ട്. അങ്ങനെ അനുപമ പഠിക്കാനായിട്ട് ഇരിക്കുന്നുണ്ട്. 4-4:45 വരെ സിസ്റ്റർ അനുപമ പഠിക്കുന്നുണ്ട്. സിസ്റ്റർ ഷെർലി അഭയെ വിളിച്ചെങ്കിലും 4 മണിക്ക് തലാൻ കഴിഞ്ഞതിന് ശേഷം അവർ പിന്നെ ഉറങ്ങുക തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് സിസ്റ്റർ ഷെർലി. ഇതിനിടയിൽ നമുക്ക് പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും സിസ്റ്റർ അഭയ
തൻ്റെ പ്രാഥമിക കൃത്യങ്ങൾക്കായിട്ട് ടോയ്ലറ്റിലേക്ക് പോകുന്നു. മറ്റു കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം സിസ്റ്റർ അഭയ പഠിക്കാനിരുന്ന് കുറച്ച് സമയം കഴിയുമ്പോൾ ഇനിയുള്ളതൊക്കെ ഒരു ഊഹങ്ങളാണ്. സിസ്റ്റർ അഭയ സിസ്റ്റർ അഭയയ്ക്ക് ക്ഷീണം അനുഭവപ്പെട്ടതിനാൽ സിസ്റ്റർ അഭയ അടുക്കളയിലുള്ള ഫ്രിഡ്ജിലെ വെള്ളമെടുത്ത് തണുത്ത വെള്ളം കൊണ്ട് മുഖം ഒന്ന് കഴുകാനായിട്ട് താഴേക്ക് ഇറങ്ങുന്നു. ഈ താഴേക്ക് ഇറങ്ങിയ അഭയെ പിന്നീട് കണ്ടിട്ടില്ല. പിന്നെ കാണുന്നത് അഭയെ കിണറ്റിൽ വെച്ചിട്ടാണ്. ബോഡി കിണറ്റിലുണ്ടോ എന്ന് അന്വേഷിക്കാനാണ് ഒരു മുള വെച്ചിട്ടാണ്, മുളവടി കൊണ്ടാണ് അവരെ കുത്തി നോക്കുന്നത്. സംഭവ സമയത്ത് ഉണ്ടായിരുന്നു എന്ന് സമ്മതിക്കുന്ന വ്യക്തി അടയ്ക്കരാജാണ്. അടയ്ക്കരാജു. പിന്നീട് കുറച്ച് യുവാക്കളുടെ ഒരു കാര്യം ഈ ഒരു കേസ് അന്വേഷണത്തിൽ വരുന്നുണ്ട്. അഭയ കേസുമായി ബന്ധപ്പെട്ട 2 പ്രധാനപ്പെട്ട ആരോപണങ്ങൾ ഇവിടെ പൊളിയുകയാണ്.